ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 4. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തിതി നേമതുസ്താൻ. സാരാംശം. ഹരേ കൃഷ്ണ. നിന്തിരുവടിയെ ദർശിക്കുവാൻ ആഗ്രഹിച്ച് 7-ാം ഗോപുരവാതിൽ കടക്കുവാൻ തുനിഞ്ഞ സനകാദി മഹർഷിമാരെ ജയനെന്നും വിജയനെന്നും പേരുള്ള ദ്വാരപാലകന്മാർ തടുത്തു. ഒരിക്കലും കോപം വരാത്ത ഋഷീശ്വരന്മാരുടെ മനസ്സിൽ കോപം ഉദിച്ചു. അല്ലയോ ഭഗവാനെ, ഈ കോപം അവിടുത്തെ പ്രേരണ മൂലമുണ്ടായതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തെ മേൽപ്പത്തൂർ ഉപസംഹരിച്ചത്. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തടുക്കുന്നത്? ഈ വൈകുണ്ഠ ലോകത്തിലെ 6 ഗോപുരങ്ങളും കടന്നിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെയൊന്നും ഉണ്ടാകാത്ത എന്തു പ്രശ്നമാണ് നിങ്ങൾക്ക് പറ്റിയത്? പരമസാത്വികമായ വൈകുണ്ഠ ലോകത്തിന് യോജിക്കാത്ത പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടല്ലേ? ഭഗവാന്റെ അതീവ ഭക്തർക്ക് മാത്രമേ ഈ വൈകുണ്ഠ ലോകത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ഭക്തിപാരവശ്യത്താൽ വരുന്ന അവരെ തടയുക എന്നത് ദുഷ്ട സ്വഭാവമാണ്, അസുര സ്വഭാവമാണ്. ഈ പരിപാവന സ്ഥലത്ത് വസിക്കാൻ നിങ്ങൾ അർഹരല്ല. പരിശുദ്ധമായ ഈ വൈകുണ്ഠ ലോകത്തിൻ്റെ സ്ഥിതിക്ക് ചേരാത്ത വിധം ക്രൂരമായി പെരുമാറുന്ന നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് ആ ഋഷീശ്വരന്മാർ ദ്വാരപാലകരായ ജയവിജയന്മാരെ ശപിച്ചു. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ തൃപ്പാദാശ്രിതരായ ആ ജയവിജയന്മാർ ശാപത്തെ സ്വീകരിക്കുന്നുവെന്നും, എന്നാൽ ഞങ്ങളത് യോനിയിൽ ജനിച്ചാലും അപ്പോഴെല്ലാം ഭഗവാന്റെ സ്മരണം ഞങ്ങൾക്ക് ഉണ്ടാവണം, അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് സനകാദി മഹർഷിമാരുടെ കാലുകളിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.